صل وسلم دائما أبدا على حبيبك خير الخلق كلهم ما أغنى عنه ماله وما كسب. സൂറത്തുൽ മസ്ദിന്റെ രണ്ടാമത്തെ ആയത്താണ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. പറഞ്ഞു അബൂ ലഹബിന് ഉപകരിച്ചില്ല. മാ അഗ്നാ മാലുഹു, അവന്റെ സമ്പത്ത് അബൂ ലഹബിന് ഉപകാരത്തിന് കിട്ടില്ല. അതുപോലെ വമാ കസബ്, അവൻ അധ്വാനിച്ചുണ്ടാക്കിയത്, അവന്റെ സ്ഥാനങ്ങളും അവന്റെ ബഹുമാനങ്ങളും അവന്റെ മറ്റുള്ള കാര്യങ്ങളും, അതൊന്നും അബൂ ലഹബിന് ഉപകാരത്തിന് കിട്ടില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ. അവന എന്ന് പറഞ്ഞാൽ ഐശ്വര്യമാണ്. മാവന എന്ന് പറഞ്ഞാൽ ഐശ്വര്യം ഇല്ലാതെയായിരുന്നു. ഇല്ല, ഉപകാരത്തിന് ഇല്ലാതെയായി അവന്റെ സമ്പത്ത്. ധാരാളം വലിയ കോടീശ്വരനായിരുന്നു അബൂ ലഹബ്. വലിയ പണക്കാരനെന്താണ്? വലിയ പണക്കാരൻ. എന്ത് പണക്കാരനായിട്ട് എന്ത് കാര്യമാണ്? അവസാനം ചൊരി പിടിച്ച് ആളുകളൊക്കെ വെറുക്കപ്പെടുന്ന രൂപത്തിലുള്ള ഒരു മരണം ഏറ്റെടുക്കുമ്പോ അവന്റെ കോടികൾ അവനിക്ക് ഒരു ഫലവും ചെയ്തില്ല എന്നത്. കോടികൾ ഒരു ഫലവും ചെയ്തില്ല. അവന്റെ ശരീരത്തിന്റെ ആ രോഗങ്ങൾ മാറ്റാനോ അല്ലെങ്കിൽ അവനിലേക്ക് അവന്റെ കുടുംബങ്ങളെ അടുപ്പിക്കാനോ ഒന്നും കഴിഞ്ഞില്ല. അത്രയല്ലല്ലോ, ജീവിതം മുഴുവനും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശത്രുവായി ജീവിച്ചു. ഞങ്ങള് എന്ത് ചെയ്തിട്ടെങ്കിലും റസൂലുള്ളാഹി ഞങ്ങളെ ഇല്ലായ്മ ചെയ്യണം എന്ന് തീരുമാനിച്ച ചങ്ങാതിയാണ്. അതിനുവേണ്ടി എന്തും ചെലവഴിക്കാൻ തയ്യാറായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാണ്? റസൂലുള്ളാഹി ഞങ്ങൾക്ക് അള്ളാഹു കണക്കാക്കിയ 63 വയസ്സിൽ ചെറിയ ഒരു ദിവസം പോലും കുറക്കാൻ ഈ ചങ്ങാതിയെ കൊണ്ട് കഴിഞ്ഞില്ല. കൊല്ലാൻ വേണ്ടി പല രൂപത്തിൽ പരിശ്രമിച്ചു. പല രൂപത്തിലും റസൂലുള്ളാഹി ഞങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചു. ഒന്നും നടന്നില്ല. അതാണ് പറഞ്ഞു മാ അഗ്നാ അൻഹു മാലുഹു. സമ്പത്തുണ്ടായിട്ട് കാര്യമില്ല. നമുക്കും അങ്ങനെയാണ്. ഇതിപ്പോ അബൂ ലഹബിന് മാത്രം ഇറങ്ങിയ സൂറത്ത്, ഒരാൾക്കായിട്ട് ഇറങ്ങിയ സൂറത്തൊന്നുമല്ല. അത് ഖിയാമത്ത് നാൾ വരെ അബൂ ലഹബുമാരുണ്ടാവും. റസൂലുള്ളാഹിന്റെ ശത്രുക്കളും ദീനിന്റെ ശത്രുക്കളും തൗഹീദിന്റെ ശത്രുക്കളും ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. അബൂ ലഹബിന്റെ സന്താനങ്ങൾ, ഇബ്ലീസിന്റെ സന്താനം ഉണ്ടാവുമ്പോൾ അവർക്കൊക്കെയും ഈ സൂറത്തും ഈ ആയത്തും ബാധകമാണ്. സമ്പത്ത് ധാരാളം സമ്പത്തുണ്ടായിട്ട് കാര്യമില്ല. ആ സമ്പത്ത് കൊണ്ട് ഫലം വേണം, നേട്ടങ്ങൾ വേണം. അള്ളാഹു പൊരുത്തപ്പെടുന്ന രൂപത്തിൽ അത് ചെലവഴിക്കുമ്പോഴേ അതിന്റെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അല്ലെങ്കിൽ സമ്പത്ത് ഉണ്ടായിട്ട് കാര്യമില്ല. അതെ, എത്രയോ ആളുകളുണ്ട്, വലിയ വലിയ മുതലാളിമാർ, ഗൾഫിലും നാട്ടിലും പല മേഖലകളിൽ കച്ചവടങ്ങളും മറ്റൊക്കെയും ചെയ്യുന്ന ആളുകൾ. ചിലപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ അവര് ജീവിതത്തിൽ ഒരിക്കലും പോലും കാവ് കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനത്തെ മുതലാളിമാർ ഇവർക്ക് പോയിട്ടുണ്ടാവില്ല. സ്ഥാപനങ്ങളോ കച്ചവടത്തിന്റെ സ്ഥാപനങ്ങൾ ധാരാളം. എന്തേ പോയിട്ടെന്തുകൊണ്ട്? അതിനോടുള്ള താല്പര്യമില്ല. സമ്പത്തുണ്ട്, പക്ഷെ ആ സമ്പത്തും പരിശുദ്ധമായി ദീനുമായിട്ടും ഒരു കണക്ഷൻ വളരെ കുറവാണ്. അതെത്രയോ ആളുകൾ. ഒരാളുകളുണ്ട് പോണെന്ന് കരുതുന്നു, അതിന് വേണ്ടിയിട്ട് വെറുതെന്ന് എത്തിക്കിട്ടാത്ത ആളുകൾ. അതെല്ലാം തൗഫീഖാണ്. അത് വേറെ. ഇതങ്ങനെ അതിനെ കുറിച്ച് തീരെ ചിന്തിക്കാത്ത ആളുകൾ. അങ്ങനെയാണ് എല്ലാ മേഖലയിലും. നമ്മുടെ സമ്പത്ത് കൊണ്ട് നമുക്ക് പരിശുദ്ധമായ ദീനുമായിട്ട് അല്ലാഹുവുമായി ഒരു ബന്ധം സ്ഥാപിക്കുമ്പോഴാണ് ആ സമ്പത്തിന് ഒരു വലിയ ബർക്കത്തും വലിയ ഖൈറും സന്തോഷവും ഉണ്ടാവും. അല്ലാഹു പറഞ്ഞു, അബൂ ലഹബിന് കോടികൾ പൈസകൾ കയ്യിലുണ്ടായിരുന്നു, സമ്പത്തുണ്ടായിരുന്നു. എന്നാലും അതൊന്നും അവനിക്ക് ഉപകാരത്തിന് കിട്ടില്ല. വമാ കസബ്, അവന്റെ സ്റ്റേറ്റസുകൾ, അവന്റെ സ്ഥാനങ്ങൾ, മക്കയിലുള്ള ഓരോ ആളുകളും അബൂ ലഹബിനെ എന്ന് വിളിച്ചിരുന്നത് ബാപ്പാന്നായിരുന്നു. ബാപ്പാന്നാണ്. അത്രയും വലിയ സ്ഥാനം, ഒരു ബാപ്പക്ക് കൊടുക്കുന്ന സ്ഥാനം മക്കക്കാർ അബൂ ലഹബിന് കൊടുത്തിരുന്നു. പേര് അബൂ ലഹബ് എന്നായതുകൊണ്ടല്ല, ആ ഒരു റെസ്പെക്ട് കൊണ്ട് മക്കക്കാർ വിളിച്ച പേരായിരുന്നു ബാപ്പ. എല്ലാവരും ബാപ്പാന്ന് വിളിക്കും. ഭയങ്കരമായ അംഗീകാരം, ഭയങ്കരമായ ബഹുമാനം. പക്ഷെ എന്ത് അംഗീകാരം ഉണ്ടെങ്കിലും എന്ത് ബഹുമാനം ഉണ്ടെങ്കിലും അവസാനം ആളുകൾ വലിച്ചെറിഞ്ഞത്, യത്തിനും അടുക്കാൻ കഴിയാത്ത രൂപത്തിൽ വലിച്ചെറിഞ്ഞ. എന്താ കാരണം? അള്ളാഹു ശമിച്ചതാണ്. കൊഞ്ഞു പോടോ, നീ നശിച്ചു പോ എന്ന് അള്ളാഹു പറഞ്ഞപ്പോ ആ ഒരു ശാപം ദുനിയാവിലും ആഖിറത്തിലും ഏറ്റെടുത്ത ഒരു ചങ്ങാതി ആയിരുന്നു അബൂ ലഹബ് എന്ന് പറയുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായ ഒരു ദുഷ്ടനായ മനുഷ്യൻ. പറഞ്ഞു വന്നത്, നമ്മുടെ ഓരോ കാര്യങ്ങളും അള്ളാഹുമായുള്ള ഒരു താലൂക്ക് ബന്ധം സ്ഥാപിക്കുമ്പോഴാണ് നമുക്ക് വലിയ സന്തോഷം ഉണ്ടാവും. നമ്മുടെ കഴിഞ്ഞ ദിവസം ഈ സമയത്തൊക്കെയും ഹയാത്തുണ്ടായി. നമ്മുടെ സക്കീർ ഖാന്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തിൽ മരിച്ചുപോയി. റുക്സാന എന്ന പേരുള്ള ഒരു സഹോദരി. സുബ്ഹാനല്ലാഹ്, ആ സഹോദരിയുടെ മരണത്തിന്റെ വിവരം കേൾക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. ബേജാറ് മരിക്കുമ്പോൾ ഉണ്ടാവും ഒരു സന്തോഷം. കാരണം മരണം നേരിട്ട് കണ്ടതുപോലെ
അതിന് വേണ്ടിയിട്ടുള്ളവർക്ക് 2 ആഴ്ച മുമ്പ് ഉംറക്ക് മദീന മക്ക അതെല്ലാം കണ്ട് സുബ്ഹാനല്ലാഹ് ഒരാൾ ഉംറ ചെയ്താൽ പ്രതിഫലം എന്താ? നബിയുമായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമ്മ പെറ്റ ഒരു കുഞ്ഞിയെ പോലെയായി, ഉമ്മ പെറ്റ ഒരു കുഞ്ഞിയെ പോലെയായി. അതൊക്കെ ചെയ്ത് മക്കളെ വേണ്ടതുപോലെ എല്ലാ രൂപത്തിലും വളർത്തി സുബ്ഹാനല്ലാഹ് നല്ല സുബഹിസ്കാരം നിസ്കരിച്ച് എന്നിട്ട് അതിന് ശേഷമുള്ള നല്ലൊരു മരണം തിങ്കളാഴ്ച ദിവസം. എപ്പോഴും വെള്ളിയാഴ്ചന്റെ മരണത്തെ കുറിച്ചല്ലേ പറയും. തിങ്കളാഴ്ച സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ ദിവസം തിങ്കളാഴ്ചയുടെ മരണത്തിന് ഒരുപാട് ബഹുമാനം. അപ്പൊ ആ രൂപത്തിൽ സുബ്ഹാനല്ലാഹ് കുടുംബങ്ങൾ അതിന്റെ മുമ്പത്തെ ദിവസം റക്കീത്തൊക്കെ പോയിട്ട് കുടുംബങ്ങളൊക്കെ കണ്ടുവന്ന ഉഷാറുള്ള ഒരു സഹോദരിയാണ്. ചില ആളുകൾക്ക് അങ്ങനെയാണ്. അല്ലാഹു തആല മരണം കൊടുക്കുക, നല്ല സന്തോഷകരമായ മരണം. അള്ളാഹു അതുപോലെയുള്ള മരണം നമുക്ക് നൽകട്ടെ. ദുനിയാവിൽ സമ്പത്തുണ്ടാക്കിയ കാര്യമില്ല. ഒരു മഹാൻ പറഞ്ഞത് കാണാം, ഒരു പാടിയത് കാണാം. എന്താ? ഒരു മഹാൻ പറയാം, ഏതൊരു മക്കളും ദുനിയാവിലേക്ക് പ്രസവിച്ചു വരുമ്പോ ആ കുട്ടിയുടെ കയ്യെങ്ങനെയാണ്? കുട്ടിയുടെ കൈ ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ടാണ് ഈ ദുനിയാവിലേക്ക് കടന്നു വരുന്നത്. എന്തിനാ ഇങ്ങനെ വിളിക്കുന്നത്? അത് ദലീലും ഒരു മനുഷ്യ ഈ ദുനിയാവിലേക്ക് ജീവിച്ചു വരുന്ന ഒരു മനുഷ്യന്റെ അലർച്ചയെ കുറിച്ച്, അവന്റെ ആഗ്രഹത്തെ കുറിച്ച് കാണിക്കുന്ന ഒരു തെളിവാണ്. ദുനിയാവ് മുഴുവനും ഞാൻ പിടിച്ചു വലിക്കും എന്ന ഒരു ദൃഷ്ടാന്തമാണ് ഓരോ കുട്ടികളും ഉമ്മാന്റെ പണ്ടയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കാണിക്കുന്നത്. ഇങ്ങനെ പിടിച്ചു വരും, കുസ്തി പിടിച്ചിട്ടാണ് വരുന്നത്. നാലോ അതേ മഹാൻ പറഞ്ഞു, പറയാൻ എന്നാൽ ആ മനുഷ്യനോ അയാൾ മരിച്ചു പോകുമ്പോ ഈ പൊടിച്ച കൈ ഇങ്ങനെ തുറന്നു വെച്ചിട്ടാണ് ഓരോ മനുഷ്യരും മരിച്ചു പോകും. മരിക്കുന്ന സമയത്ത് കൈ ഇങ്ങനെ വിടത്തി പിടിച്ച് മരിക്കുന്നത് അത് ആളുകൾക്ക് വലിയ വാഴ. എന്താ വാത്? ഈ മയ്യത്ത് വിളിച്ചു പറയാ, ഓ ജനങ്ങളെ എന്നെ ഒന്ന് നോക്കൂ നിങ്ങൾ. ഞാൻ പോകുമ്പോ ഒന്നും കൊണ്ടുപോയില്ല, വരുമ്പോ കൊല കൊണ്ടുപോകാൻ പിടിക്കണോ എന്ന നിയത്തിനാണ് വന്നത്. പോകുമ്പോഴാണോ? പോകുമ്പോ ഒന്നും കൊണ്ടുപോയില്ല. ആ രൂപത്തിനാണ് ഞാൻ മരിച്ചത്. ചില ആളുകൾ എന്നെ മുസ്തി പിടിച്ച് മരിച്ചാലോ, എന്നാലും ആളുകൾ വിടൂല, എന്തെങ്കിലും ചെയ്തിട്ട് അതിനെ തുടരും. ഇങ്ങനെ പിടിച്ചിട്ടോ ചിലപ്പോ മരിച്ചു പോയാലും ആളുകൾ വിടൂല. അതെ, അതിനെ പെട്ടെന്ന് അതിന് കയ്യാനോ ശരിയാക്കിയിട്ട് വിടത്തിയോ. ഇതാണ് മനുഷ്യൻ. ദുനിയാവിൽ സമ്പത്ത് എത്ര ഉണ്ടായാലും പോകുമ്പോ ആരും കൊണ്ടുപോകാനില്ല. ഹയാത്തുള്ള സമയത്ത് അള്ളാഹു പൊരുത്തപ്പെടുന്ന വഴിയിൽ അതിനെ ചെലവഴിച്ചാൽ അൽഹംദുലില്ലാ, അത് വലിയ സന്തോഷമാണ്. അതാണ് സാന്ത്വന പ്രവർത്തനം. ആ സഹോദരി മരിച്ച സഹോദരി ഫ്ലാറ്റിൽ ജീവിക്കുന്ന സഹോദരിയാണ്. അപ്പൊ ആ ഫ്ലാറ്റിൽ അവിടെ അറബിക്ക് പഠിക്കാൻ സൗകര്യമാവാത്ത മക്കൾക്ക് ഫ്രീ ആയിട്ട് മക്കൾക്ക് അക്ഷരങ്ങളൊക്കെയും പഠിപ്പിച്ചു കൊടുത്തിരുന്നു. ചെറിയ വയസ്സൊന്നല്ല, 60 കഴിഞ്ഞ ഒരു സഹോദരിയാണ്. എന്തൊരു വാങ്ങിയ ഓരോ അനിഫും ഓരോ ഭാവവും മക്കൾക്ക് പഠിക്കുമ്പോൾ അതിന് കിട്ടുന്ന പ്രതിഫലം എത്രയാണ്. മരണസമയത്ത് മരിക്കുന്ന ആ സമയത്ത് പോലും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ. അതുകൊണ്ടാണ് ചില ആളുകൾക്ക് അല്ലാഹു ഇഷ്ടപ്പെടുന്ന മരണങ്ങളും ബഹുമാനങ്ങളും നൽകുന്നത്. പറഞ്ഞു വന്നത് നമ്മുടെ ജീവിതം എങ്ങനെയാണ്, എപ്പോ എങ്ങനെ. ഇപ്പൊ ഞമ്മക്ക് ക്ലാസ്സിലുണ്ട്, ചിലപ്പോൾ അടുത്ത ക്ലാസ്സിലാകുമ്പോ നമുക്ക് വേണ്ടി, ചിലപ്പോൾ എനിക്ക് വേണ്ടി നിങ്ങൾ ദ്വാരക്കും, അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദ്വാരക്കും. ഇതാണ് മരണം. അതിന് മുമ്പ് നമ്മുടെ സമ്പത്ത് കൊണ്ട്, നമ്മുടെ ആഫിയത്ത് കൊണ്ട്, നമ്മുടെ എല്ലാം കൊണ്ട് അല്ലാഹു പൊരുത്തപ്പെടുന്ന തൗഹീദിന് വേണ്ടിയും റിസാലത്തിന് വേണ്ടിയും ദഅവത്തിന് വേണ്ടിയും നമ്മുടെ പ്രവർത്തനമായാൽ വരും തലമുറകളിൽ നമ്മുടെ പേര് ഇങ്ങനെ ആളുകൾ പറഞ്ഞുകൊണ്ടുണ്ടാവും. അല്ലാഹു തആല ആ രൂപത്തിൽ നന്മ ചെയ്തതിന്റെ പേരിൽ നമ്മുടെ പേരിൽ ഒരുപാട് കാലം പറയപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നീ എത്തിക്കണയാവുന്നത്. അതല്ലാതെ അബൂലഹബിന്റെ പേരിൽ ഇന്ന് ഞങ്ങൾ പറയുന്നു, ഇബ്ലീസിന്റെ പേര് പറയും, ശൈത്വാനിന്റെ പേര് പറയുന്നു. നന്മ ചെയ്തുകൊണ്ടല്ല, തെറ്റിന്റെ വലിയൊരു മാർഗദർശികൾ അവരായതുകൊണ്ടാണ്. ആ രൂപത്തിൽ റബ്ബേ ഞങ്ങളുടെ പേരും തെറ്റിന്റെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്ന പേരുകളായി നീ ആക്കല്ലോ. അമ്മനെ സലാമത്ത് നൽകണേ അല്ലോ. കഴിഞ്ഞ ദിവസം മരിച്ചുപോയ ആ റുക്സാന എന്ന പേരുള്ള സഹോദരി ഞങ്ങൾക്ക് റബ്ബേ നീ മഗ്ഫിറത്ത് നൽകണേ അല്ലോ, മർഹമത്ത് നൽകണേ അല്ലോ. ആ സഹോദരിയുടെ ജീവിതകാലത്ത് ചെയ്ത നന്മകൾ മുഴുവനും ഇനിയുള്ള ഖിയാമത്ത് നാൾ വരെയുള്ള തബർ ജീവിതത്തിൽ ഉപകരിക്കുന്ന അമലുകളായി നീ ആക്കി കൊടുക്കണേ അല്ലോ. ഇവിടുത്തെ കുടുംബങ്ങൾക്ക് നീ സമാധാനം നൽകണേ അല്ലോ. അല്ലാഹു ഇതുപോലെ
നമ്മുടെ കൂട്ടത്തിൽ കുടുംബത്തിൽ ഒരുപാട് ആളുകൾ അതുപോലെ നല്ല നല്ല മരണങ്ങൾ റമദാനിന്റെ ദിവസത്തിൽ അതുപോലെ വെള്ളിയാഴ്ച പകല് വെള്ളിയാഴ്ച രാത്രി ഈമാനോട് കൂടിയിട്ട് തൗഹീദ് ചൊല്ലിയിട്ട് അല്ലാഹ് എന്ന് വിളിച്ചിട്ട് മരിച്ചുപോയ ഒരുപാട് മരണങ്ങൾ സുജൂദിൽ കിടന്നിട്ട് പോലും മരിച്ചുപോയ ആളുകൾ ഈ പള്ളിയുടെ പരിസരങ്ങളിൽ കിടക്കുന്നുണ്ടോ? അങ്ങനെ ഇത്തരത്തിലുള്ള നല്ല മരണങ്ങൾ അതുപോലെയുള്ള നല്ല മരണം സാധുക്കളായ ഞങ്ങൾക്ക് നീ സമ്മാനമായി നൽകണേ അല്ലാ. ഞങ്ങൾ ചെയ്ത അമല് കൊണ്ടല്ല പഠിച്ചോനെ, അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഒരു അമലും നമ്മുടെ കയ്യിലില്ല അല്ലാ. നിന്റെ ഫദലുമുണ്ട്, നിന്റെ ഔദാര്യം കൊണ്ട് സ്വാലിഹീങ്ങൾക്ക് നൽകിയതുപോലെയുള്ള നല്ല മരണം ഞങ്ങൾക്കും നൽകണേ ഉണ്ട്. മരിച്ചുപോയ നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്കും നീ മഗ്ഫിറത്ത് നൽകണേ ഉണ്ട്, മർഹമത്ത് നൽകണേ ഉണ്ട്. അല്ലാഹുവേ, കാലാവസ്ഥ വളരെ മോശമായി കൊണ്ടിരിക്കുന്നുണ്ട്. ആളുകളുടെ സ്വഭാവങ്ങൾ ഇങ്ങനെ മാറുമ്പോൾ പഠിച്ചവനെ നിന്റെ പരീക്ഷണങ്ങളും ഞങ്ങളിങ്ങനെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹ് നീ പരീക്ഷിക്കല്ലേ അല്ലാ. നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളം കൊണ്ട് മഴ കൊണ്ട് ആളുകൾ പ്രയാസപ്പെടുകയാണ്. പഠിച്ചവനെ നീ സലാമത്ത് നൽകണേ അല്ലാ. നമ്മുടെ നാടുകളെ കാക്കണേ അല്ലാ, പരിസരങ്ങളെ കാക്കണേ അല്ലാ. ഇവിടെ മക്കളെ നീ കാക്കണേ ഉണ്ട്. ഒരു വിപത്തിലും ഞങ്ങളെയോ നമ്മുടെ പരിസര നാടുകളെയോ മുഅ്മിനീങ്ങളെയോ മുഅ്മിനാത്തുകളെയോ നീ പരീക്ഷിക്കല്ലേ ഉണ്ട്. എല്ലാ രൂപത്തിലും നിന്റെ പ്രത്യേകമായ സംരക്ഷണം ഓരോ സമയങ്ങളിലും ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. നീ സലാമത്ത് നൽകണേ ഉണ്ട്. ഗൾഫിലും മറ്റും അധ്വാനിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകണേ അല്ലാ. ഞങ്ങളും പഠിച്ചവനെ പല രൂപത്തിൽ ആയിഷത്തിന്റെ വഴിയിൽ ബന്ധപ്പെടുന്നവരാണല്ലോ. വാഹനങ്ങൾ ഓടിക്കുന്ന ആളുകളുണ്ട്, കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നവരുണ്ട്, കടലിൽ പോയി അധ്വാനിക്കുന്നവരുണ്ട്. പഠിച്ചവനെ എല്ലാവർക്കും അർഹമായ ഹൈറും ബറക്കത്തും സന്തോഷവും ചെയ്യുന്ന വഴിയിലൂടെ നീ നൽകണേ ഉണ്ട്. അല്ലാഹുവേ, നമ്മുടെ ദുആ നീ ഖബൂലാക്കണേ അല്ലാ. ആരോഗ്യ പ്രശ്നം കൊണ്ട് പള്ളിയിൽ വരാൻ കഴിയാതെ ബേജാറായി നിൽക്കുന്ന ആളുകളുണ്ടല്ലോ. പഠിച്ചവനെ ആരോഗ്യമുള്ള സമയത്ത് അവർ ചെയ്ത ഇബാദത്തിന്റെ പ്രതിഫലം ഈ ദിവസങ്ങളിലും അവർക്ക് നീ നൽകണേ അല്ലാ. അവരുടെ ആഫിയത്ത് നീ തിരിച്ചു കൊടുക്കണേ അല്ലാ. നമുക്ക് തന്നെ ആഫിയത്ത് മരിക്കുന്നത് വരെ നിലനിർത്തണേ അല്ലാ. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله